അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ പൊന്നുമോനോട് പറഞ്ഞു കൊടുത്ത 4 ഉപദേശമാണ്. 4 വിഭാഗത്തിനോട് കൂട്ടുകൂടാൻ പാടില്ല. പുരുഷന്മാരും സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട ചരിത്രമാണ്. 4 വിഭാഗത്തിനോട് കൂട്ടുകൂടാൻ പാടില്ല. 1, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറഞ്ഞു, സമയം വെറുതെ പാഴാക്കുന്നവരോട് കൂടി നീ കൂട്ടുകൂടാൻ പാടില്ല. സമയം വെറുതെ പാഴാക്കുന്നവരോട്. ഇപ്പോ ശരീരത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി കളിക്കുന്നവരാണെങ്കിൽ ആ നിയ്യത്തവർക്കുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അതിന് അള്ളാഹു വലിയ പുണ്യവും പ്രതിഫലവും കൊടുക്കും. എന്നാൽ 24 മണിക്കൂർ സമയം വെറുതെ കളയാൻ വേണ്ടിയിട്ട് ചാനന്റെ മുന്നിൽ കളി കണ്ടുകൊണ്ടിരിക്കുക, വെറുതെ തമാശക്ക് കരിങ്ങിന്റെയും തട്ടിന്റെയും മുകളിൽ കയറി സംസാരിച്ചുകൊണ്ടിരിക്കുക, അവരുമായി കൂട്ടുകൂടുന്നത് നിന്റെ ആഖിറം നഷ്ടമാക്കും എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മകനോട് അവസാനം കൊടുക്കുന്ന വിലപ്പെട്ട ഉപദേശവാ. അന മദീനത്തിൽ ഇൽമി വ അലിയും ബാബുഹാ. അലി റളിയല്ലാഹു അൻഹു അറിവിന്റെ പട്ടണമാണ്, അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ കവാടം അലിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത് പറഞ്ഞത് വെറുതെയല്ല. രണ്ടാമത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാവ് കൊണ്ട് കള്ളം പറയുന്നവരോട് നീ കൂട്ടുകൂടാൻ പാടില്ല. ഒരാൾ കള്ളം പറഞ്ഞാൽ അവന്റെ റഹ്മത്തിന്റെ മലക്ക് 100 മൈൽ അപ്പുറത്ത് മാത്രമേ വരുള്ളൂ എന്നാണ്. കളവ് പറയാൻ പാടില്ല. ഇന്ന് ഫോണിലൂടെ കളവ് പറയുന്നതിന് അതിരുകളില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഇന്നലെ നാം പഠിച്ച ദുആയിൽ വലിസാനി മിനൽ കദിബ്, വലിസാനി എന്റെ നാവിനെ നീ സംരക്ഷിക്കണമല്ല, മിനൽ കദിബ് കളവിൽ നിന്ന് സംരക്ഷിക്കണമല്ല എന്ന് പറഞ്ഞത്. മൂന്നാമത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പിശുക്കന്മാരുടെ കൂടെ നീ കൂട്ടുകൂടാൻ പാടില്ല. 4 അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അധർമ്മകാരികളോട്, വ്യഭിചാരം, കള്ളുകുടി, പലിശ, മോശത്തരങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരോട് കൂട്ടുകൂടിയാൽ പരലോകം നഷ്ടമാകും. നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത്, ഞാൻ ഈ വാള് പറഞ്ഞതും നിങ്ങൾ ഈ കേട്ടതും ഒക്കെ അള്ളാഹുവിന്റെ കോടതിയിൽ വലിയ അമലുകൾ തൂക്കി നോക്കുമ്പോൾ ഭാരമുള്ള അമലുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സ്വീകരിക്കട്ടെ.